ഹലോ, ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കോഴിപ്പൂവിൻ്റെ കുഞ്ഞു തൈകളാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണേ. നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്തൊരു തെങ്ങ് തൈ ഉണ്ട്. അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് നട്ട് വെച്ചതാണ്. അത്യാവശ്യം ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട്. ഹെൽത്തി പറഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഇപ്പോഴും പൂക്കൾ കാണുന്നില്ല. അതെന്താന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. നമുക്കെന്നാലും കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതിയതാണ്. എല്ലാവരും പറഞ്ഞ ചെടിയൊക്കെ എത്ര പച്ചപ്പിൽ വന്നിട്ട് ഇതിനെത്താ അവിടെയും ഇവിടെ ആയിട്ട് 2-3 പൂക്കളൊക്കെ ഉള്ളല്ലോ എന്ന്. നമ്മുടെ കയ്യിൽ അതൊരു കോഴിപ്പൂണ്ട്, ഒരു നൂല് മോഡലുള്ള അതിൻ്റെ തൈയാണെന്ന് കരുതിയിട്ട് നട്ടതാണ്. പക്ഷേ ഉണ്ടായപ്പോൾ ലാസ്റ്റ് നമ്മളെ പണ്ടൊക്കെ ഉണ്ടല്ലോ ഒരു മോഡൽ, ഒരു വെൽവെറ്റിൻ്റെ ഒരു ഉണ്ട ഷേപ്പായിട്ട്, പിന്നെ അതാന്ന് കരുതിയിട്ടാണ്. ഇതുണ്ടില്ല, ഇതിൻ്റെ അടിയൊക്കെ കണ്ടില്ല, നല്ല ഹെൽത്തിയിട്ട് നല്ല മണ്ണക്കത്തിൽ തന്നെ ഇതിൻ്റെ തടി വന്നിട്ടുണ്ട്. ഇത്ര ഒന്നും ഹെൽത്തി ആയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് തൈയാണ്, അത്ര ചെറുത് നട്ട് വെച്ചതാണ്. പക്ഷെ എങ്ങനെ അറിയാം, നമ്മൾ പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. നമ്മുടെ ഇവിടെ മണ്ണൊക്കെ പുതുതായതുകൊണ്ടേക്കാരം അത്ര ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ 2 ഭാഗത്തായിട്ടാണ് നട്ട് വെച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു ഭാഗത്താണ്, നമ്മൾ ഒരു അതിര് ഭാഗത്തായിട്ട് സെറ്റാക്കിയതാണ്. നല്ല ഇവിടെയും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അതേമാതിരി ഉഷാറായിട്ടുള്ള തെയ്യാണ്. ഫ്ലവർ എന്താണെന്ന് എനിക്കറിയില്ല. മറ്റേ കോഴിപ്പൂവിന് പറഞ്ഞാൽ കോഴിപ്പൂവ് എന്നാണ് നമ്മളിവിടെ പറയല്. വേറെ എന്തേ പേരുണ്ടാകുന്നൊന്നും വലിയതായിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇതിൻ്റെ അടിയിൽ കുഞ്ഞ് മെലസ്റ്റോമിൻ്റെ കുറച്ച് തൈകളും നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലൊരു തൈ ഫ്ലവർ ഇട്ടിട്ടുണ്ട്. നല്ല ഒരു അരേലിയൻ്റെ കുഞ്ഞ് തൈകളും ഉണ്ട്. ഇവിടെ ആദ്യമൊക്കെ അരേലിയൻ പല മോഡലും വെച്ച് നമ്മൾ ഇതിൻ്റെ തൈയാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ വിത്തവിടെ പാകിയതിട്ടാ. സോറി, വിത്തല്ല, തൈ കണ്ടപ്പോൾ തൈ പറിച്ചോടുന്ന് നട്ടതാണ്. പക്ഷെ വന്നപ്പോൾ അതല്ല, വേറെ മോഡലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് നമ്മളെ കയ്യിൽ ഇതിൻ്റെ 2 കളറുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമായ തൈയാണ്. എൻ്റെ ഉപ്പ അവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. റെഡ് ഇവിടെ കണ്ടപ്പോൾ അതിൻ്റെ യെല്ലോ ആണ് പറഞ്ഞാണ്ട് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഇതുകൊണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇത് പറഞ്ഞാൽ വേറൊരു സൈസാണ് കേട്ടോ. നമ്മളെ കടയിൽ വലിയ ഷോപ്പിങ്ങും കാര്യത്തിലൊക്കെ അങ്ങനെ സെറ്റൊക്കെ കുഞ്ഞ് തൈമ തന്നെ നല്ല ഹെൽത്തിയായിട്ടുള്ള ഫ്ലവറിങ്ങിൽ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ബൊഗെയിൻവില്ല കാര്യങ്ങളൊക്കെ ചെറിയ തൈകളൊക്കെ സെറ്റാക്കിയതാണ്. നല്ല ഭംഗിയില്ല കാണാൻ. ഇത് കണ്ടിട്ട് പലരും ഇതിൻ്റെ തൈകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ചാൽ അത് നമ്മൾ വേറെയാണ് നട്ട് വെച്ച്, വേറെ സൈഡ് ഭാഗത്ത് നട്ടതാണ് കേട്ടോ. ഇത് ഏകദേശം വിരിഞ്ഞ് പോവാറായിട്ടുണ്ട്, കാരണം അത്രയും വൈകിയിട്ടുണ്ട്. നമ്മൾ ഇതിങ്ങനെ ആ വീഡിയോ എടുത്തപ്പോൾ ഇത് എടുത്തു എന്നുള്ളൂ. ഇനി അത് ഫ്ലവറായി വരുമ്പോൾ ഇതൊക്കെ പറിച്ച് ഒഴിവാക്കാനാവും കേട്ടോ. അതിൻ്റെ വിത്തുകൾ നല്ല അത്യാവശ്യം ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് വിത്ത് തുമ്പത്തൊന്നും വിത്ത് വരില്ല, അതിൻ്റെ അടിഭാഗത്ത് മാത്രം കുറച്ച് സൈഡിൽ മാത്രമായിട്ടാണ് വിത്ത് വരൽ കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു നൂല് മാതിരിട്ടാണ് വരൽ. ഇത് കുറേ നമ്മൾ പറിച്ച് പലർക്കും വിത്തുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് തന്നെയാണ് യെല്ലോ. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. ഒത്തിരിയും കൂടി ഒന്ന് പൊന്തിയിട്ടുണ്ട് ഫ്ലവർ. നമ്മളൊരു ഘട്ടം ഘട്ടമായിട്ട് എടുക്കണതാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അതുമല്ല, നമ്മളെ പണ്ട് വേണ്ട വെൽവെറ്റ് മോഡലും അല്ല, രണ്ടും ഒരു സൈസ് അല്ലാത്ത ഒരു കളറാണ്. അതൊരു വയലറ്റ് കളറാണല്ലോ വരൽ. ഇതൊരു റെഡ് കളറാണ്. നല്ല ഭംഗിയുണ്ട്. കാരണം നമ്മളിന്ന് കാണുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വേറെ സൈഡിൽ വെച്ചിട്ടതാണ്. ഒരു സൈഡിലൊക്കെ അത്യാവശ്യം ഉണ്ടായിട്ടും അല്ലേനും. നമ്മളിവിടെ വീഡിയോ എഡിറ്റിങ്ങും കാര്യം ചെയ്തപ്പോൾ ഹെൽപ്പർമാരായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ നിന്ന് അടിച്ചേട്ടിട്ടുണ്ട്. കണ്ടില്ല, നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇനി വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഈ ഫ്ലവർ വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് ഇതിലൊക്കെ കണ്ടു പോണ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനെന്ന്. കാരണം ഒരു ഒരു വെറൈറ്റിയാണ്. ഞാനും ആദ്യമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഈ മോഡല്. നല്ല വൈകിട്ട് ഇതിനിങ്ങനെ സൂര്യനിങ്ങനെ അടിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും കേട്ടോ. നല്ലൊരു എന്താണ് ഇതിൻ്റെ വിത്താണ്. ഇതിൻ്റെ ഒരു അടിഭാഗത്ത് ഇങ്ങനെയാണ് ചെറുതായിട്ട് വിത്ത് വരല. നല്ല അത്യാവശ്യം ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ ഉണ്ട്. നമ്മളെ ചീരല്ലേ, ചീര നമ്മൾ കറി ഉണ്ടാക്കണൊക്കെ ചീരൻ്റെ അതേക്കെ ഒരു എഫക്റ്റുള്ള വിത്തുകളാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് നമ്മളെ റോഡിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള നല്ലൊരു വ്യൂ ആണ് കേട്ടോ. പക്ഷേ നമ്മളെ ഫോണിന് അത്ര ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് വലിയൊരു ലുക്കായിട്ട് തോന്നുന്നില്ല. കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പക്ഷേ ഇപ്പം തന്നെ നമ്മളെ കയ്യിൽ നിന്ന് കുറേ ആൾക്കാർ ഇതിൻ്റെ വിത്തുകൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ആ വിത്ത് ഉണ്ടാവും നിങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം വിത്ത് ചെടിയൊക്കെ ഒന്ന് ഉണങ്ങാൻ കണ്ടിട്ടാണ് ഇതിൻ്റെ ഒരു വിത്തൊക്കെ നമ്മൾ എടുക്കലിട്ടാ. എന്നാലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ചോദിച്ചവർക്കൊക്കെ. നമുക്ക് പിന്നെ കൊടുക്കണേനൊന്നും ചെടികളൊന്നും അങ്ങനെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
നമ്മളെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഇതേമാതിരിക്ക് ഒരു ചെടി ഉണ്ട്. നമ്മളെ ഫ്രണ്ട് തരാൻ മാത്രമൊന്നുമില്ല, നമ്മൾ കുറച്ചപ്പുറത്ത് അയൽവാസി. ഒരു ചെടീൻ്റെ ഒരു വിത്ത് ചോദിച്ചതിന് എന്താ ഡിമാൻഡ് വെച്ചിരിക്കുക. ചില ആൾക്കാരുണ്ട്, നമ്മൾ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെയ്യോൾക്ക് പറിച്ചു കൊടുക്കില്ല, നമ്മളെ മെയിൻ പരിപാടി. എങ്കിലും നമ്മൾക്ക് ഒന്നോ രണ്ടെണ്ണോ ഉള്ളതൊന്നും നമ്മൾ കൊടുക്കില്ല, തോനുള്ളതൊക്കെ നമ്മൾ കൊടുക്കൂട്ടാ. എന്നിട്ട് ഇതിൻ്റെ വിത്ത് ഇപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ കോഴിപ്പൂവിൻ്റെയൊക്കെ വിത്തുകൾ നമ്മളെ അടുത്തുനിന്ന് ചോദിച്ചതിന് താണ്ടി നല്ല ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ മറ്റേ വെൽബറ്റ് ഷീറ്റുകൾ അങ്ങനത്തതല്ലത്, നമ്മൾ അതാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ അതാണെന്ന് കരുതിയിട്ടാണ് ഫസ്റ്റ് നട്ട് വെച്ചത്. പിന്നെ അതല്ലാന്ന് കണ്ടപ്പോൾ നമ്മൾ പിന്നെ വലിയ മെയിൻ ചെയ്തില്ല, നമ്മൾ ആ വെൽബറ്റ് ഷെയ്ഡാണെന്ന് കരുതി. പിന്നെ ഇപ്പോഴല്ലേ ഏതുമല്ല, നമ്മളൊരു പുതിയൊരു വെറൈറ്റിയാണ്, നമ്മൾ വിത്തിട്ടത് തന്നെയാണ്. വിത്തിട്ടപ്പോൾ നമ്മൾ പാകിപ്പോൾ നമ്മൾ വേറെ നട്ട് വെച്ചതാണ്. ഇപ്പോൾ ഇത് ഇവിടെ ഫ്ലവർ ഇവിടെ ഉണ്ടായാലും നല്ല തേനീച്ചകളും ഈ പൂമ്പാറ്റകളൊക്കെ ഇതിമ വരുന്നുണ്ട്. എന്താ തേനുണ്ട് എന്താണെന്നൊന്നും അറിയില്ല, നമ്മൾ ജസ്റ്റ് നാമ വെച്ച് നോക്കിയിട്ട് ഇതിമ തേനും കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. രുചി കാണുന്നില്ല എന്നല്ല, രുചി കിട്ടണില്ല. നല്ല ഇതിമ നല്ല തേനീച്ചയും പൂമ്പാറ്റി കുറേ ചെള്ള് മോഡലുള്ള അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ വരുന്നുണ്ട്. ഇത് കുത്തിക്കെടുത്താനാ എന്താണെന്നൊന്നും നമുക്ക് വലിയ ഇടികളൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ സൂര്യപ്രകാശം ഇങ്ങനെ ഇതിമൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് രാവിലെയും വൈകിട്ടൊക്കെ നമ്മൾ ഈ ഏരിയക്കാണ് ഇങ്ങനെ ഈ സൂര്യൻ്റെ ഒരു തല നല്ല അടിപൊളിയായിട്ട് ഇവിടെ കാണാം. കാരണം അങ്ങനെയാണ് ഇവിടെ ഒരു ഏരിയ നല്ല ഭംഗിയായിട്ട് തന്നെ. എന്നിട്ട് ആ ഒരു ഫ്ലവറിന് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു വളമായ കാര്യങ്ങളും ഇട്ടിട്ടില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. വലിയ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല കേട്ടോ. വെറുതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ.